കാലഹോര എന്താണ്? കാലഹോര എന്താണ്? സമയം കുറേ പേർ അറിയാൻ ആഗ്രഹിക്കുന്നൊരു സെഷനാണ്. ഉണ്ണികൃഷ്ണൻജിക്ക് എന്താ പറയാനുള്ളത്? കാലഹോര എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുഹൂർത്താദി കാര്യങ്ങൾ നോക്കുമ്പോൾ കാലഹോര അതിലൊരു പ്രധാന കാര്യം തന്നെയാണ്. അതായത് ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശുഭഗ്രഹങ്ങളുടെ കാലഹോര സമയത്താണ് നമ്മളൊരു കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ഉചിതമായൊരു സമയം നമ്മൾ കുറിക്കുമ്പോൾ കാലഹോരയും കൂടി ഉൾപ്പെടുത്തിയാൽ അത് കുറേയും കൂടി നല്ലതാണ്. അതാണ് ശാസ്ത്രം പറയുക. അത് ഞായർ മുതലാണ് അതിന്റെ ആരംഭം വരിക. അപ്പം ഞായറാഴ്ച ദിവസം സൂര്യോദയത്തിന് 1 മണിക്കൂർ ആ സൂര്യന്റെ കാലഹോരയായിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം വരിക. എന്നാൽ തുടർച്ച തിങ്കളാഴ്ച അങ്ങനെയല്ല. അതിന് പിന്നെ അടുത്ത, അതായത് 1 മണിക്കൂറിന് ശേഷം വരുന്ന അടുത്ത കാലഹോര എന്ന് പറയുമ്പോൾ ഏത് ദിവസമാണോ ആ ദിനത്തിന്റെ ആദ്യ മണിക്കൂർ ആ ദിവസത്തിന്റെ അധിപന്റെ കാലഹോരയായിരിക്കും. പിന്നീട് വരുന്ന കാലഹോരയ്ക്ക് ചെറിയൊരു മാറ്റമുണ്ട്. അത് നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിച്ച് നോക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ അതായത് ഈ കാലഹോര സമയം എന്ന് പറയുന്നത് ഒരു ജ്യോതിഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് സമയം ഒരു അത്യാവശ്യ കേസ് ചെയ്തേ പറ്റൂ, സമയം നോക്കി അങ്ങനൊരു സമയം, ഒരു നല്ലൊരു മുഹൂർത്തം ഒരു ദിവസം ഇല്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സക്സസ് ആണോ? അല്ല, അങ്ങനെ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ, അതുകൊണ്ടാണ് പൊതുവെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം എല്ലാത്തിലും കുറിക്കാൻ കാരണം. കറക്റ്റ്. അഭിജിത്ത് മുഹൂർത്തം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് ഭഗവാൻ വാമനനായിട്ട് അവതരിച്ച ഒരു സമയം ആയിട്ടാണ് ഭാഗവതാദി പുരാണങ്ങളിൽ പറയുക. അതായത് മധ്യാഹ്നത്തിന് മുമ്പ് വരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയം ഭഗവാൻ ജനിച്ചത് കൊണ്ട് ഈ മുഹൂർത്തം, അഭിജിത്ത് മുഹൂർത്തത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതിനകത്തെ ദോഷാധിക്യം കുറയും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞു വരിക. ഓക്കെ. പിന്നെ അതുപോലെ ഈ സമയം നോക്കുന്നത്, ഇപ്പോൾ ഈ കാലഹോര എടുത്തു, നല്ലൊരു സമയം നോക്കി, ഓക്കെ, നമുക്ക് വേണ്ടപ്പെട്ട സമയത്തിനെ നമ്മൾ ജ്യോതിഷനോട് പറഞ്ഞിട്ട് അത് മാറ്റിയെടുക്കുന്നു. അതിനകത്ത് എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മളൊരു വാഹനം വാങ്ങിക്കുകയാണ്, ഒരു സമയം നോക്കണം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ വണ്ടിയുടെ അല്ലെങ്കിൽ ഷോറൂമിൻ്റെ അവരുടെ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. അപ്പം അതനുസരിച്ചുള്ള ഒരു സമയം വേണം എടുക്കാൻ. അപ്പോൾ പിന്നെ പലർക്കും സംശയം, ഇത് താക്കോല് തരികയാണ്, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണ്, ഇങ്ങനെ പല സംശയങ്ങളും പലർക്കും ഉണ്ട്. ഇത് എപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു ശുഭമുഹൂർത്തം കുറിക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റാണ്. സമയം പറയുമ്പോൾ 45 മിനിറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് മുഹൂർത്തത്തിന് പകരം ഈ കാലഹോര 1 മണിക്കൂർ ശുഭ കാലഹോര കൊടുത്ത് ആ സമയത്തിനുള്ളിൽ അവർക്ക് ആ വാഹനത്തിന്റെ താക്കോല് കൈമാറുന്ന ചടങ്ങ് നടത്താം. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. ഓക്കെ. ഈ ഇതുപോലെ തന്നെയാണ് ഈ കല്യാണ സമയം നോക്കുന്നത്. കല്യാണ സമയമോ അല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുൻപ് വരുന്ന എൻഗേജ്മെൻറ്റിന് സമയം നോക്കുന്നത്, രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണ്? ചില സമയത്ത് ചില ജ്യോതിഷന്മാർ എൻഗേജ്മെൻറ്റ് സമയം പ്രോപ്പറായിട്ട് നോക്കാറില്ല, കുഴപ്പമില്ല, കല്യാണത്തിന് നോക്കിയാൽ മതിയെന്ന് പറയാറുണ്ട്. ചിലർ പറയും ഇതിനാണ് പ്രയോറിറ്റി. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ ഗുരു ഉപദേശപ്രകാരം ആദ്യം, അതായത് നിശ്ചയം കഴിഞ്ഞാണ് വിവാഹം. അപ്പം നിശ്ചയം നമ്മൾ മോതിരം കൈമാറുന്ന ചടങ്ങുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുഹൂർത്തം നോക്കണം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പൊതുവെ നിർദ്ദേശിക്കാറ്, ഇപ്പോൾ ജാതകങ്ങളൊക്കെ പൊരുത്തം നോക്കൽ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ സംഭവിക്കാം. കാരണം പൊതുവെ സമൂഹം അങ്ങനെ പറയുന്നുണ്ട്, പൊരുത്തങ്ങളെല്ലാം ചേർന്നാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയം അതൊരു ഉചിതമായ സമയത്തിലേക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം. പക്ഷെ അതിലും ഇന്ന് എല്ലാവരും ഞായറാഴ്ച അവധി ദിവസം, കാരണം വീടിൻ്റെ അല്ലെങ്കിൽ ഈ വീട്ടിലെ ചടങ്ങുകൾ മുഴുവൻ ഓഡിറ്റോറിയത്തിലേക്ക് മാറിയപ്പോൾ അവിടുത്തെ അവൈലബിലിറ്റി, ആളുകൾക്ക് വരാനുള്ള അവൈലബിലിറ്റിയും ഇതെല്ലാം കൂടിയിട്ട് വേണം അവസാനമാണ് ജ്യോതിഷൻ്റെ അടുത്ത് അവരെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഒരു മുഹൂർത്തം കുറിക്കാൻ വരിക. ഇന്ന ദിവസം ഇന്ന ഹോള് ഫ്രീ ആണ്, ഇന്ന ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുക, ഇതെല്ലാം അവർ തീരുമാനിച്ച് അവസാനമാണ് ജ്യോതിഷനെ കൊണ്ട് ഒരു സമയം കുറിപ്പിക്കുക, ഈ ചടങ്ങ് നടത്തുക. പക്ഷേ നമ്മുടെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ വിവാഹ നിശ്ചയത്തിന് അതിനൊരു മുഹൂർത്തം, ശുഭമുഹൂർത്തം കുറിക്കുക. മനസ്സിലായി. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റിന് നമ്മൾ ഈ മുഹൂർത്തം നോക്കി, കല്യാണത്തിലേക്ക് പോകുന്ന സമയത്ത് ചില മുഹൂർത്തം നോക്കാൻ പറ്റിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ മുഹൂർത്തത്തിന് പ്രയോറിറ്റി ഇല്ലാത്ത ദിവസങ്ങൾ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കഴിക്കുന്ന ആരും മുഹൂർത്തം നോക്കാറില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതിന് ഈ ആചാരങ്ങളെല്ലാം ക്ഷേത്രങ്ങളിലല്ല പണ്ട് നടന്നിരുന്നത്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മമാർ വിവാഹ കാലഘട്ടത്തിൽ ഇതെല്ലാം
ഇത് മാത്രമല്ല എല്ലാ ചോറൂണ് മുതലായ എല്ലാ ചടങ്ങുകളും ഗ്രഹസംബന്ധിയായ വിഷയങ്ങളാണ്. ഒരു ഭവനത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ഒരു സമയം, കാരണം ഒരു ഭവനത്തിലായതുകൊണ്ട് ഇതിനെല്ലാം വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ട്. ക്ഷേത്രത്തിലാകുമ്പോഴും മാറ്റമുണ്ട്. ക്ഷേത്രത്തിനാണ് പ്രയോറിറ്റി. അവിടുത്തെ ഉള്ള ദേവതയുടെ ചിട്ടവട്ടങ്ങളിൽ അവരുടെ സമയം അനുസരിച്ച് മാത്രമേ അവിടെ ബാക്കിയുള്ള ചടങ്ങുകൾ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുഹൂർത്തം, ഇപ്പോൾ നമുക്ക് ഒരാളുടെ മുഹൂർത്തം 11:30 12:15 ആ മുഹൂർത്തം ചിലപ്പോൾ ചില മിക്ക ക്ഷേത്രങ്ങളും 10:30 അടയ്ക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ അത് നടക്കില്ല. അതിനുവേണ്ടി ക്ഷേത്രം തുറന്നിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഗുരുവായൂർ പോലെയുള്ള ദിവസം 600-ഉം 500-ഉം വിവാഹങ്ങൾ നടത്തുമ്പോൾ ഒരിക്കലും മുഹൂർത്ത സംബന്ധിയുമായിട്ട് വിവാഹങ്ങളൊന്നും നടക്കില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം, ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം വലിയ ആർഭാടമായിട്ട് നടത്തുന്നത് കൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിശ്ചയത്തിനെങ്കിലും മുഹൂർത്തം പൂർണ്ണമായിട്ട് നിശ്ചയിക്കണമെന്ന് ഗുരുക്കന്മാർ പറയാൻ കാരണം അവിടെയാണല്ലോ തുടക്കം. അപ്പോൾ ഈ മുഹൂർത്തം നോക്കാതെ നടക്കുന്ന കല്യാണങ്ങളിൽ ഡൈവേഴ്സിൻ്റെ സാധ്യത കൂടുതലല്ലേ? അല്ല, അതൊരു മറ്റൊരു വിഷയമാണ്. രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അത് അവരുടെ അതിലാണ് പൊരുത്തം എന്ന് പറയുന്ന ഒരു വിഷയം വരിക. ഓക്കെ, ആ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ജീവിക്കലാണ്, അവിടെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് മുഹൂർത്തം അതിൻ്റെ വേറൊരു കാര്യമാണ്. അവരുടെ ശുഭകരമായിട്ട് നടക്കട്ടെ എന്ന നമ്മളുടെ ഒരു സങ്കല്പം കൊടുക്കുകയാണ്. ശുഭമുഹൂർത്തത്തിൽ കാര്യം ആരംഭിച്ചാൽ അതിനൊരു ശുഭപര്യവസാനം അതിലുണ്ടാവും. അതാണ് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ അതിൽ ഡൈവേഴ്സിന്റെ വിഷയം ഒരിക്കലും ഈ മുഹൂർത്തമായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ല, പറയാൻ സാധിക്കില്ല. കാരണം മുഹൂർത്തം നോക്കിയോ അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ നോക്കിയാലും അവരുടെ ആ ഒത്തൊരുമയ്ക്കാണ്. അത് രണ്ട് നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ പൊരുത്തക്കേടലുകളാണല്ലോ പൊതുവെ ഡൈവേഴ്സിലേക്കൊക്കെ എത്തുക. നമ്മുടെ ഈ മുഹൂർത്തം നോക്കാതെ നടത്തുന്ന കല്യാണം, താങ്കൾ പറഞ്ഞതുപോലെ കല്യാണത്തിന് പൊരുത്തം നോക്കുന്നു. പൊരുത്തം 100-ൽ 100 അല്ല. ഇപ്പോൾ എന്താ പറയുക, 10 പൊരുത്തം 12 പൊരുത്തം എടുക്കുമ്പോൾ ചിലപ്പോൾ 5 പൊരുത്തം ഉണ്ടാവുകയുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിവാഹമായിരിക്കാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? കാരണം നമ്മൾ മുഹൂർത്തം നോക്കി, പൊരുത്തം പൂർണ്ണമായിട്ടില്ല, പൊരുത്തത്തിൻ്റെ റേഷ്യോ കുറവും കൂടെയാണ്. അപ്പോൾ അങ്ങനെ പൊരുത്തത്തിൻ്റെ റേഷ്യോ കുറവ് വരുന്ന ഒരു വിവാഹത്തിൽ തീർച്ചയായിട്ടും അതിന് മുഹൂർത്തത്തിന് പ്രാധാന്യം കൂടും. അതെ അതെ അതെ. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ പൊരുത്തം നോക്കുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവെ നമുക്കറിയാം 10-ൽ 10 പൊരുത്തം ചേർന്ന് എല്ലാവരും ഒരു പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷെ ഈ പൊരുത്തം നോക്കുന്നത് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മൾ പൊരുത്തം നോക്കുന്ന രീതികളിൽ ഇപ്പോൾ ഇതെല്ലാം ഒരുപാട് അവൈലബിൾ ആയതുകൊണ്ട് പലരും വേണ്ട രീതിയിലല്ല ഇതിനെ ഗണിക്കുക. അതിനെല്ലാം ഓരോ ഘടകങ്ങൾ, ഇപ്പോൾ 7-ൽ ചൊവ്വ നിന്നാൽ അല്ലെങ്കിൽ 8-ൽ ചൊവ്വ നിന്നാൽ അല്ലെങ്കിൽ ഇത് വിവാഹത്തിന് തടസ്സമാണ് എന്ന ഒറ്റ വാക്കിൽ അതിനെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. അതിന് പിന്നീടും അതിന് സൂക്ഷ്മമായ ഗണിതങ്ങളുടെയും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നല്ല ഒരു ജ്യോത്സ്യന്റെ അടുത്ത് നിന്ന് മാത്രമേ നമുക്ക് ഈ പൊരുത്ത വിഷയത്തെ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. ഇനി അതിലെ പോരായ്മകളെ നമുക്ക് നല്ലൊരു സമയം കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഈ പൊരുത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന മാനസിക പൊരുത്തത്തിനപ്പുറം ഈ പറയുന്ന പൊരുത്തങ്ങൾക്ക് ഏതെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? കാരണം എത്രയോ പേര് പൊരുത്തം നോക്കാതെ ഒരു ഡൈവേഴ്സും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ മനപ്പൊരുത്തം മാത്രമല്ല, അല്ലെങ്കിൽ മനപ്പൊരുത്തം ഉണ്ടായാലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി ഈ അല്ലാതെയുള്ള ഇതാകുമ്പോൾ രണ്ട് വ്യക്തികളുടെ അവരുടെ കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ജീവിതം. അവരുടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ എത്രമാത്രം അവർ മാനസികമായിട്ട് തയ്യാറാണ്. അതാണ് ആ ഒരു ജീവിതത്തെ, അല്ലെങ്കിൽ ഇനി വിവാഹമല്ല, നമ്മളൊരു കൂട്ടായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും, ഈ പൊരുത്തം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ആ ഒരു മിംഗ്ലിങ് കറക്റ്റായിട്ട് നടക്കുമ്പോഴേ നമുക്കതിനെ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഡൈവേഴ്സിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്? ഡൈവേഴ്സിൻ്റെ പോസിബിലിറ്റി അത് അവരുടെ ഈ നക്ഷത്രവും അല്ലെങ്കിൽ അവരുടെ ഗ്രഹനിലയും അവരുടെ സ്വഭാവം അതാണ്. അതായത് ഒരു നക്ഷത്രവും ഗ്രഹനിലയും വെച്ചാണ് ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക. ഈ സ്വഭാവം അനുസരിച്ചാണ് ഈ ഡൈവേഴ്സുകൾ സംഭവിക്കുക. അതിന് ഈ പറഞ്ഞ ബാക്കിയുള്ള ഘടകങ്ങൾ വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കാമല്ലോ. മനപ്പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും അത് ആദ്യകാലത്തായിരിക്കും ചിലപ്പോൾ. പിന്നീട് പോകുന്നവരെയും മനപ്പൊരുത്തം കുറഞ്ഞു വരാം. അതുകൊണ്ടായിരിക്കും മനപ്പൊരുത്തമുള്ള വിവാഹങ്ങളും ചിലപ്പോൾ മാറിപ്പോവുക. ഈ നമ്മുടെ മുഹൂർത്തം നോക്കിയിട്ട് പൊരുത്തവും നോക്കി കല്യാണം കഴിച്ചിട്ടും ഡൈവേഴ്സ് ആകുന്ന കേസുകളുണ്ട്. എന്താണ് അതിനോട് അഭിപ്രായം? മുഹൂർത്തം നോക്കി, നല്ല മുഹൂർത്തമാണ്, നല്ല മുഹൂർത്തം നേരത്തെ നോക്കി പ്ലാൻ ചെയ്തു, നല്ല സമയം തന്നെ എടുക്കുന്നു, ചിങ്ങമാസത്തിലെ നല്ലൊരു മുഹൂർത്തം എടുക്കുന്നു, രണ്ടുപേരുടെയും ജാതകത്തിൽ നല്ല ചേർച്ചയുണ്ട്, പക്ഷെ എന്നിട്ടും ഡൈവേഴ്സായി പോകുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ചില ജാതകത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം, അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. കാരണം വിവാഹം കഴിക്കാൻ യോഗമുണ്ട്, അതുപോലെ ഡൈവോഴ്സ് ആവാനും യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അതിപ്പോൾ എത്ര പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര മുഹൂർത്തം നോക്കിയെന്ന് പറഞ്ഞാലും, ഈ ഇദ്ദേഹം അനുഭവിക്കാനുള്ള അനുഭവയോഗത്തെ മാറ്റിയെടുക്കാൻ മറ്റതിന് സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡൈവേഴ്സ് സംഭവിക്കാം. പിന്നെ ഇതിലൊന്നും ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ പണ്ടും ചിന്തിച്ചാലും നമുക്ക് ബോധ്യപ്പെടും. പണ്ട് വിവാഹങ്ങൾ എല്ലാവരും ഇന്നത്തെ പോലെ കുടുംബജീവിതമായിട്ട് നടന്നവരല്ല. പണ്ട് അറിയാം, നമ്മുടെ പൂർവികർ ഒക്കെ വിവാഹം കഴിഞ്ഞ് അവരെല്ലാം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളായിട്ട് ഒരുമിച്ച് കുറേ കാലം ജീവിക്കലല്ല. അവരവരുടെ കർമ്മത്തിൽ പോകുന്നു, അല്ലെങ്കിൽ വിവാഹങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ആ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അന്ന് പക്ഷേ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ല, അവർ വേർപിരിഞ്ഞായിരിക്കും ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വളരെ വല്ലപ്പോഴൊക്കെ ആയിരിക്കും അന്ന് കണ്ടുമുട്ടുക പോലും. ഈ കാലഘട്ടത്തിൽ ഇന്ന് മാറിയപ്പോൾ ഇന്ന് നമ്മുടെ ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ഡൈവേഴ്സ് ആണ് എന്നുള്ളൊരു ചിന്തയാണ്. ഇത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ശരി, നല്ല സന്തോഷം. നമ്മളിങ്ങനൊരു ഇൻഫർമേഷൻ അത് വേറെ രീതിയിലാണ് എന്നെ സംസാരിച്ച് നമ്മൾ കൊണ്ടുപോകുന്നത്. സമയവും എന്താ പറയുക, മുഹൂർത്തവും, സമയം നോക്കി മുഹൂർത്തം നോക്കി കല്യാണം എടുത്തിട്ടും സക്സസ്സായി ജീവിക്കുന്നവരുമുണ്ട്, ഡൈവേഴ്സായി പോകുന്നവരുണ്ട്. ഇത് രണ്ടും നോക്കാതെ പോകുന്നതിൽ ശുഭമായിട്ടുള്ളതുകൊണ്ട് ഡൈവേഴ്സ് ആവുന്നതുകൊണ്ട് ഇതിൻ്റെ പോസിബിലിറ്റി എവിടെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. ഒരു ജ്യോതിഷൻ ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഏരിയാസ് കണ്ടെത്താൻ പറ്റിയാൽ വളരെ പോസിബിലിറ്റിയാണ്. കാരണം ഇതിൻ്റെ ഒരു കമ്പാരിസൺ സ്റ്റഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ജ്യോതിഷന് സൊസൈറ്റിയിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു സംഭാഷണം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. നന്ദി, നമസ്കാരം.